നേതാക്കളെ, ഇവിടെ തടിച്ചുകൂടിയ മാന്യമഹാജനങ്ങളെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, ഇതര പാർട്ടി ഇതര ജനങ്ങളെ, നമുക്കറിയാം നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഈ ദിഹ്ലിസിന്റെ ഈ നഗരിയിൽ നാം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോക ജനങ്ങൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തിലെ വിഷയം ഫലസ്തീൻ എന്ന് പറയുന്ന ഫലസ്തീനിലെ പോരാട്ട ഭൂമിയിൽ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതിനു വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലോകജനങ്ങളെ എല്ലാവരെയും ഉണർത്തുക എന്നുള്ള ഒറ്റ ആശയത്തിൽ ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് ആനയിപ്പിക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, എന്നും നാം കേൾക്കുന്ന 70,000-ലും 80,000-ലും അധികം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പാവപ്പെട്ട ശിശു പൈതങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും അമ്മയെയും അവിടുത്തെ എല്ലാ ജനങ്ങളെയും പ്രായഭേദമന്യേ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഇസ്രായേലി കാപാലകന്മാരുടെ ആ വംശവെറിയന്മാരുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ അടുത്ത് നടന്നൊരു സംഭവം ഞാൻ പറയട്ടെ, കണ്ണ് നിറഞ്ഞു പോകും അത് കേൾക്കുമ്പോൾ. അവിടെ മുസ്ലിം ഒരു ദേവാലയത്തിൽ ഒരു ഇമാം അവിടെ നിന്ന് ജുമയ്ക്ക് വേണ്ടി കേറി നിൽക്കുകയാണ്. ആകെ മൂന്ന് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ എന്നെ നെഞ്ചു പൊട്ടിപ്പോയി. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വിശപ്പ് കാരണം നിങ്ങൾ കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് നിങ്ങൾക്ക് വിശക്കുന്നത് കൊണ്ട് എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാമെന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളായ മനുഷ്യർ ഇതൊരു മനുഷ്യപ്പറ്റിന്റെ വിഷയമാണ്. മാനസികമായും അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമാണ് ഇവിടെ വേണ്ടത്. ഇത് രണ്ടും ഇല്ലാത്ത വംശവെറിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഭാഗത്ത് തോക്കും വാളുമായി കൊണ്ട് ബോംബുമായി കൊണ്ട് ഇസ്രായേലി കാപാലകന്മാർ നിൽക്കുമ്പോ, മറുഭാഗത്ത് വെള്ളവും വസ്ത്രവും ഇല്ലാതെ പാവപ്പെട്ട ഫലസ്തീൻ ജനങ്ങൾ നിൽക്കുമ്പോ, ഇതിന് യുദ്ധമല്ല പറയുക, ഇതിന് വംശഹത്യ എന്നാണ് പറയുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം, UN-യുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരുപാട് യുദ്ധഭൂമികളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, ഒരുപാട് യാത്ര ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഫലസ്തീൻ ഭൂമിയിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ വിശന്ന് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈയെല്ലാം മുട്ടിക്കൊണ്ട് അവർക്ക് എരിച്ചു നടക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നാൽ അവിടെ മരിച്ചു വീണ ഒരുപാട് ആളുകൾ രക്തം കൊണ്ട് കിടക്കുകയാണ്. ഇതിനിടയിൽ അവിടെ ആകെ വളർന്നിരിക്കുന്നത് അവിടുത്തെ നായ്ക്കളാണ്. തടിച്ച വലിപ്പം കണ്ട് അദ്ദേഹം പറയുന്നു, ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇത് കാണാനും പറയാനും കേൾക്കാനും ഇവിടെ ഒരാളുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊരു സംഭവം പറയാനുള്ളത്, ഫാദർ റോമനല്ലി എന്ന് പറയുന്ന ഒരു വിദ്യ നമുക്കറിയാം. നാം മാത്രമല്ല, ജാതിഭേദമന്യേ മുസ്ലിമും ഹൈന്ദവനും ക്രിസ്ത്യാനിയും എല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫാദർ റോമനല്ലി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ, അദ്ദേഹത്തിന് എന്നും ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ വിളിക്കുമായിരുന്നത്രേ. എന്നിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുമായിരുന്നത്രേ. ആരാണ് വിളിച്ചത്? അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മാത്രമല്ല, ലോകത്തിലെ സകല ജനങ്ങളും ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. 3200 വർഷങ്ങൾക്ക് മുമ്പ് തിയോഡർ ഹെർസൽ അദ്ദേഹം ജൂത ആശയവുമായി ഫലസ്തീനെ മണ്ണിലേക്ക് കയറിയപ്പോ അവർക്കറിയില്ല, യഹ്യാ സിൻവാറിനെ പോലത്തെ, യാസർ അറാഫത്തിനെ പോലത്തെ ഒരു ചങ്ങല ഇതിലൂടെ കടന്നുപോയെന്ന്. എന്നിട്ടും തകർന്നിട്ടില്ല ഫലസ്തീനിലെ മക്കൾ. നിങ്ങൾക്കറിയുമോ, മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി എന്ന് പറയുന്നത് മറ്റുള്ള മതത്തിൽ മോസസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഫറോവ എന്ന് പറയുന്നത്. അദ്ദേഹം പേടികൊണ്ട് ജനിച്ച കുട്ടികളെ കൊല്ലുമായിരുന്നു. പാവപ്പെട്ട ചെറിയ കുട്ടികളെ അദ്ദേഹം കൊല്ലുമായിരുന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം ഇവിടെ ബാക്കി വന്നിട്ടില്ല, അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി. അതാണ് ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഒരു ദിനം വരും, അന്ന് ഈ ലോകം കീഴ്മേൽ മറിക്കപ്പെടും. ഫലസ്തീനിലെ മക്കൾ സന്തോഷം കൊണ്ട് പുളകിതമാവും. ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആസാദി ആസാദി, ഫലസ്തീൻ ആസാദി.